എന്റെ കൊച്ചിന്. ലൂക്കാച്ച കൊണ്ട വിട്ടേച്ചുവാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അന്നക്കൊച്ചന്റെ കാര്യങ്ങൾ നോക്കാത്തേനാ അന്നാമ്മച്ചി എപ്പോഴും കുട്ടിച്ചനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. ഇനിയിപ്പോ ആ വഴക്ക് കേൾക്കണ്ടല്ലോ. പക്ഷേ അത് കേട്ടില്ലെങ്കിൽ പിന്നെ എന്തിനായി കുട്ടിച്ചൻ ജീവിക്കുന്നത്? ഞാൻ 1928 ഓഗസ്റ്റ് മാസം 28-ാം തീയതി ശിരോവസ്ത്രം സ്വീകരിച്ചു. അന്നക്കുട്ടി എന്നുള്ള എന്റെ പേരുപേക്ഷിച്ച് വിശുദ്ധ അൽഫോൻസ് വിഗോരിയുടെ നാമത്തെ ആശ്രയിച്ച് അൽഫോൻസ എന്ന പേര് സ്വീകരിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കളങ്കമില്ലാത്ത ഭക്തിയോടെ ഈ ശിരോവസ്ത്രം സ്വീകരിക്കാം. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ശിരോവസ്ത്രം സ്വീകരിച്ചിട്ടും പിന്നെയും ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു എനിക്ക്. വീണ്ടും വിവാഹാലോചന. അന്നക്കൊച്ചിന്റെ ആന്റപ്പന്റെ കൂടെയുള്ള കല്യാണം ഞാൻ നടത്തും. അങ്ങനെ എന്നെ തോൽപ്പിക്കാനൊന്നും പറ്റുകയില്ല. ഇനി അന്നക്കൊച്ചിന്റെ കല്യാണമെന്ന് മിണ്ടിപ്പോരുന്നു നീ. അത് നടക്കില്ല, നടക്കണ്ട. നടക്കണം, ഞാൻ നടത്തുകയും ചെയ്യും. എന്റെ വാക്ക് വെറും വാക്കായി പോകുകയില്ല. കൊച്ചിനോട് ചോദിക്കാൻ നീ വാക്ക് കൊടുത്തതിനകത്തിന് കല്യാണത്തെ പേടിച്ചാ കൊച്ചിനൊക്കെ കാട്ടിക്കൂട്ടുന്നു. അങ്ങനെ പേടിച്ച് പറ്റുകയില്ലല്ലോ. പെമ്പിള്ളേരുടെ സമ്മതം ചോദിച്ചിട്ടൊന്നുമല്ല അവരുടെ കല്യാണം നടത്തുന്നത്. ഞാൻ തീരുമാനിച്ച പോലെ തന്നെ നടത്തും. ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞാ നീ അനുസരിക്കത്തില്ലല്ലേ? ഇജയ് പറയണ്ടെന്നേ, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഇതെന്നതാ രണ്ടുപേരും കൂടെ പടക്കുള്ള പുറകോടാണോ? എനിക്ക് വേണ്ടി ആരും ഇവിടെ പടകൂടണ്ട. ഞാൻ ഇവിടുന്ന് പോവാ. പിന്നെ പോവും. അത് നീയാണോ തീരുമാനിക്കുന്നേ? എന്റെ കാര്യം ഇനി ഞാൻ തന്നെ തീരുമാനിക്കാം അമ്മച്ചി. പറ്റുകയില്ല. കല്യാണത്തിന് ഞാൻ വാക്ക് പറഞ്ഞതാ, അത് നടക്കണം. എന്റെ കല്യാണം കഴിഞ്ഞതാ. ഒരാൾ
പേരെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഞാൻ കർത്താവിനെ വിൽക്കുവാൾക്കോതായും വേണ്ടെന്നു കർത്താവിനെ ഞാൻ ആർക്കും അറിയില്ല അമ്മച്ചി. എനിക്ക് നേരം വെക്കില്ല. എന്നെ നിഷേധിക്കാൻ പറ്റുമോ? പറ്റും. കർത്താവിനെ ഒഴിച്ച് മറ്റെല്ലാ ബന്ധങ്ങളും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റും. കൊച്ചെന്നായി പറയുന്നു? പേരപ്പനെയും അമ്മച്ചിയും ചാച്ചന്മാരെയൊക്കെ ഇട്ടേച്ച് എന്റെ കർത്താവിന് മുന്നിൽ ഈ ബന്ധങ്ങളൊക്കെ നിസ്സാര പേര്. കൊച്ചു കളി പറയുന്നല്ലേ ഇത്? അല്ല, മനസ്സിന്ന് പറയുന്നതാ. കർത്താവിലേക്കുള്ള എന്റെ വഴിയെ തടുക്കാൻ ഒരു ബന്ധങ്ങൾക്കും കഴിയില്ല. അതിന് ശ്രമിക്കുന്ന ഒരു ബന്ധങ്ങളും എനിക്ക് വേണ്ട. ഞാൻ പോവാം. ഇങ്ങനെ പറഞ്ഞിട്ട് പോവല്ലേ കൊച്ചു? എനിക്ക് പോലും സഹിക്കുന്നില്ല. പിന്നല്ലേ ഇവര്? അന്നക്കൊച്ചേ